ഒരുപാട് ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും അവരോടൊക്കെ നമ്മൾ അതൊന്നും നീക്കാതെ അവരൊന്ന് നേരാവണ്ണം നോക്കാതെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. ഒരു വീടാകുമ്പോ ആ വീട്ടിൽ നമ്മുടെ ഉമ്മ അവരോട് ഒത്തിച്ചു കൂടിയിട്ടുള്ള ഒരു ജീവിതം, നമ്മുടെ വാപ്പ അവരോട് ഒത്തുകൂടിയിട്ടുള്ള ജീവിതം അതിന്നില്ല. അതൊക്കെ ഇല്ലാതെയാവുകയാണ്. അതെല്ലാം ഇല്ലാതെയായി ഇന്ന് തന്റെ പേരമക്കൾക്ക് പോലും തന്റെ വല്യമ്മയുടെ തന്റെ വല്യുപ്പയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒന്ന് മണിമുത്തം നൽകാൻ പോലും ഇന്ന് കഴിയുന്നില്ല. കാരണം ഇന്ന് വലിയ വലിയ കുടുംബങ്ങൾ ഇന്ന് അണുകുടുംബങ്ങളായി മാറുകയാണ്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലില്ല, പിന്നെ വീട്ടിൽ നിന്ന് പോവുകയാണ്, അകന്നു പോവുകയാണ്. വാപ്പയെയും അതുപോലെ ഉപ്പയെയും എല്ലാം ഒഴിവാക്കി പോവുകയാണ്. നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വീട്ടിലൊരു അനുഗ്രഹം, വീട്ടിലൊരു റാഹത്ത് അതില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. കുടുംബം ഇമ്പമുള്ളതാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അകറ്റി നിർത്തല്ല. അവരോട് അടുക്കലേക്ക് തന്റെ പേരമക്കളായ തന്റെ മക്കളൊന്ന് കടന്നു വരാൻ പോലും അവരോടൊപ്പം ഒന്ന് അവസാന കാലം വരെ ഒന്ന് ഒത്തുകൂടാൻ പോലും ഇന്ന് നമുക്കിന്ന് ടൈമില്ല. ഇന്ന് നവനൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.